ഹായ് ഫ്രണ്ട്സ്, നിതാനൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെമ്മീൻ ബിരിയാണിയാണ് കാണിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 1/2 കിലോ മീറ്റ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ചെമ്മീൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടി വേണം, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്ത കൂട്ടി നമുക്കൊരു 15 മിനിറ്റോ അല്ല അരമണിക്കൂറോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചെമ്മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം ഉണ്ടെങ്കിൽ നമുക്കിത് 2 പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെമ്മീൻ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യേണ്ട, ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ വല്ലാണ്ട് ചുരുങ്ങിപ്പോകും, നമുക്ക് മസാല ഒരുപാട് കുറവായിട്ട് തോന്നും. അതുകൊണ്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെമ്മീൻ്റെ വെള്ളം ഇതിന് കുറച്ചുകൊണ്ട് വറ്റി പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ചൂടാകുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം വന്നു തുടങ്ങും, കാണില്ലേ? ആ വെള്ളവും നമുക്ക് വറ്റി കിട്ടണം. അതിന് ശേഷം അധികം നേരം വെക്കണ്ട, നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചെമ്മീൻ അങ്ങോട്ട് ചുരുങ്ങി നമുക്ക് മസാല ഒട്ടും ഇല്ലാത്തൊരവസ്ഥയിലേക്കാവും. ചെമ്മീനിടെ റെഡി ആകുമ്പോഴേക്കും നമുക്കിവിടെ ചെമ്മീൻ്റെ റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ജീരകം അങ്ങനെയുള്ള ഐറ്റംസ് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ഓരോ 1/2 സ്പൂൺ വെച്ച് വെളുത്തുള്ളി ചതച്ചത്, അതിനുശേഷം ഒരു 1/2 സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പച്ചമുളക് ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കിതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിൽ നേരത്തെ കുതിർത്ത് വെച്ചതാണ്. അതിനുശേഷമാണ് കഴുകി വാരിയത്. വെള്ളത്തിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ വെക്കണം, കാരണം അരി വെന്ത് വരുമ്പോഴേക്കും ഉപ്പ് നമുക്ക് അത്ര കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അരി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ അരിയൊക്കെ അടിയിൽ കട്ട പിടിച്ച കിടപ്പുണ്ടാവും. അതൊന്ന് ഇളകി എല്ലായിടവും നല്ല വൃത്തിയായിട്ട് ഇരിക്കണം. അതിനാണ് നമ്മൾ പ്രത്യേകം തന്നെ ഇളക്കി കൊടുക്കുന്നത്. ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് രമ്പയില ചേർക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കശക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ആയതിന് ശേഷം ഇതിലെടുത്ത് നമുക്ക് പുറത്ത് കളഞ്ഞാൽ മതി. നമ്മുടെ ചെമ്മീൻ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് ഷാലോ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച 4 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓരോ സാധനങ്ങളും ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ നന്നായിട്ടൊന്ന് പച്ചമണം മാറിയതിന് ശേഷം അടുത്ത ഐറ്റം ഇട്ട് ഇതൊന്ന് സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഈ ചെമ്മീൻ ബിരിയാണി മറ്റെന്ത് ബിരിയാണി ഉണ്ടാക്കണേലും ഏറ്റവും കൂടുതൽ സമയം ചിലവാകുന്ന ഒരു പരിപാടിയാണിത്. സവാളയൊക്കെ വഴണ്ടിട്ടാൻ കുറച്ച് സമയം എടുക്കും. സവാള അത്യാവശ്യം പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് നീക്കി വെച്ച് കൊടുക്കാം. ഇതിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതുണ്ട്, അത് നമുക്കൊരു 1.5 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ചതച്ച് വെച്ചതാണ്, അത് നമുക്കൊരു 1 സ്പൂൺ മതി. നന്നായിട്ട് ചതച്ച പച്ചമുളക് നല്ല എരിവുണ്ടാകും, അതുകൊണ്ട് 1 ടീസ്പൂൺ മതി. ഇനി ഇത് 3ഉം കൂടി സൈഡിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം മാറിയിട്ട് നമുക്കിത് സവാള കൂടെ ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഈ 3ഉം നന്നായിട്ട് പച്ചമണം മാറി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഈ സവാളയുടെ മേളിലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇട്ട് ചേർത്ത് കൊടുക്കണം. ഇത് 2 തക്കാളി കട്ട് ചെയ്തതാണ്. തക്കാളി ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി ഒരുമിച്ച് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിന അരിഞ്ഞ് വെച്ചതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം.
മസാല നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ മസാല ഇവിടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഈ പൊടികളോട് മിക്സായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് നമുക്ക് എണ്ണ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മസാല നന്നായി വഴണ്ട് ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാലയുടെ മിക്സും ചെമ്മീനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പച്ച മസാലയുടെ മിക്സും ചെമ്മീൻ ഫ്രൈ ചെയ്തതും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ചെമ്മീനിലേക്ക് മസാലയുടെ എല്ലാ ടേസ്റ്റും ചേരണം. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് നേരത്തെ ചെമ്മീനിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചേർത്താൽ മതി. ഉപ്പ് നന്നായിട്ട് ചേരാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനൊപ്പം തന്നെ മസാലയും ചെമ്മീനും കൂടി നന്നായിട്ട് മിക്സായി നന്നായിട്ട് വെന്തും കിട്ടണം. അപ്പോൾ ഏറ്റവും അവസാനം ചേർക്കുന്നതാണ് എന്തിനും നല്ലത്. ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വെക്കാം. ബിരിയാണി ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ബിരിയാണിയുടെ ചെമ്മീൻ മിക്സ് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെന്തിരിക്കുന്ന ചോറ് നമുക്ക് ഇതിലേക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് നിരത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിയില വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ലെയറായി ബാക്കിയുള്ള ചോറ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനെ കൂടി ഇട്ട് കൊടുക്കാം. പഴയതുപോലെ തന്നെ പിന്നെ കുറച്ച് പൊരിച്ച് വെച്ച സവാളയും കൂടി ചേർത്ത്. നമ്മുടെ ബിരിയാണി ദമ്മിലിടാൻ പാകത്തിനായിട്ടുണ്ട്. നമുക്കതൊന്ന് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ദമ്മിലിട്ടിട്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാം. നമ്മുടെ ചെമ്മീൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.